പോക്കറ്റിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ഒരു തകർന്ന ബാഗും കീറിയ ചെരുപ്പും ഒക്കെ നടക്കുന്ന ഒരു കുട്ടിയോട് അവൻ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം അവനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക? എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുമല്ലേ? എന്നാ കേട്ടോളൂ, നമ്മുടെ പോക്കറ്റിലുള്ള പണമല്ല, നമ്മുടെ മനസ്സിലെ വലിയ ചിന്തകളാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കബീർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടി ജീവിച്ചിരുന്നു. അവന്റെ പോക്കറ്റ് മിക്ക ദിവസവും കാലിയായിരിക്കും. അവന്റെ കയ്യിൽ പൈസയില്ല. കൊടും ദാരിദ്ര്യത്തിലാണ് അവൻ ജീവിക്കുന്നത്. പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാതെ വിശപ്പോടെയാണ്, പട്ടിണി കിടന്നാണ് അവൻ ഉറങ്ങിയിരുന്നത്. എന്നാലും അവന് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തെ എനിക്ക് നന്നായി നോക്കണം, എൻ്റെ ജീവിത നിലവാരം നന്നായി ഉയർത്തണം. പക്ഷേ അവൻ തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്ന സമയത്ത് നാട്ടുകാരെല്ലാം അവനെ പരിഹസിച്ചു. നിനക്ക് നാളെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി, കൂടുതൽ വലിയ സ്വപ്നങ്ങളൊന്നും കാണാനുള്ള അർഹത നിനക്കില്ല എന്ന് പറഞ്ഞ് അവരെന്നും അവനെ കളിയാക്കും. ആ കളിയാക്കലുകൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു വൈകുന്നേരം സങ്കടത്തോടെ ഒരു നദിയുടെ തീരത്ത് കബീർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ആ നാട്ടിലെ പ്രായമായ ഒരു ഗുരുജി വന്നു. ഗുരുജി അവൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു കണ്ണാടി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നീ ഇതിൽ എന്താണ് കാണുന്നതെന്ന്. അപ്പൊ കബീർ പറഞ്ഞു, ഞാനിതിൽ എന്നെ തന്നെയാണ് കാണുന്നത്, മറ്റൊന്നും കാണുന്നില്ല. ഗുരുജി പറഞ്ഞു, നീ നിന്റെ കണ്ണുകളെ അതിനകത്ത് കാണുന്നില്ലേ? അതിന്റെ പുറകിൽ വലിയൊരു തീപ്പൊരിയുണ്ട്. നിന്റെ ചുറ്റുമുള്ള നാട്ടുകാര് ആ തീപ്പൊരിക്ക് മുന്നിൽ പുക നിറച്ചിട്ട് നിന്റെ കണ്ണുകളെ അന്ധമാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അതിന് നിന്റെ ആത്മവിശ്വാസം കൊണ്ട് തകർത്തെറിഞ്ഞ് നീ മുന്നോട്ട് വരണം. നിന്റെ കഴിവിൽ നീ എപ്പോഴും വിശ്വസിക്കണം. ഗുരുജിയുടെ ഈ വാക്കുകൾ അവന്റെ ആത്മവിശ്വാസത്തെ കൂടുതലായിട്ട് ഉണർത്തി. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാനും കുറച്ചു നേരം പഠിക്കാനും തുടർന്ന് നന്നായി സ്കൂളിൽ പോകാനും വൈകുന്നേരം ഒരു ചായക്കടയിൽ ഗ്ലാസ് കഴുകാനായിട്ട് നിന്നു. തുടർന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അവന്റെ ഉറക്കം അവൻ കുറച്ചു. അവന്റെ കഠിനാധ്വാനം അവൻ കൂട്ടി. വീക്കെൻഡുകളിൽ അവൻ വർക്ക്ഷോപ്പുകളിൽ ഒരു മെക്കാനിക്കിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് നിൽക്കാനും തുടങ്ങി. ഇങ്ങനെ കഠിനാധ്വാനം അവന്റെ ജീവിതത്തിൽ പതിവാക്കാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ കാരണം അവന്റെ ലക്ഷ്യം വലുതായിരുന്നു എന്നുകൊണ്ടാണ്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. കബീർ ആദ്യം അവന്റെ ഗ്രാമത്തിന്റെ ഒരു കോണില് ചെറിയൊരു മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് തുടങ്ങി. അതിൽ നിന്നും കിട്ടിയ പണം സൂക്ഷിച്ചു വെച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങി. കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും കാരണം അവന്റെ ബിസിനസ് നന്നായി വളർന്നു. തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വന്തമായി ഒരു മൊബൈൽ ആക്സസറീസ് ബ്രാൻഡ് തന്നെ നിർമ്മിച്ചു. ഒരു കാലത്ത് അവനെ നോക്കി പരിഹസിച്ച പലരും ഇന്ന് അവന്റെ കടയുടെ മുന്നിൽ ഒരു ജോലിക്കായിട്ട് കേണു നിൽക്കുകയാണ്. അവന്റെ കുടുംബം ഇന്ന് രക്ഷപ്പെട്ടു. നല്ല രീതിയിൽ, നല്ല ഉയർന്ന നിലവാരത്തിൽ എല്ലാവരും ജീവിക്കാൻ തുടങ്ങി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ ഗുരുജി അവനെ വീണ്ടും കണ്ടുമുട്ടി. എന്നിട്ട് അവനോട് ഒരു കാര്യം പറഞ്ഞു. ലോകം എപ്പോഴും പാവപ്പെട്ടവരോട് ചെറുതായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയും. പക്ഷേ അതിൽ നിന്ന് മാറി വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നവർ ചരിത്രം തിരുത്തി കുറിക്കും. നിങ്ങളുടെ കയ്യിലുള്ള പണമല്ല, നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്